വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതുകൊണ്ട് 2020-യുടെ 2 സ്ഥാനാർത്ഥികൾക്കാണ് പിന്മാറേണ്ടി വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന വീണ നായർ. ചെറിയൊരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ചങ്ങനാശ്ശേരിയിലാണ് ലാസ്റ്റ് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്റെ വിശ്വാസം ചങ്ങനാശ്ശേരി ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കിവിടെ വോട്ടുണ്ട്, പിന്നെ നമ്മൾ ഇനി വേറെ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു തോട്ട് തന്നെയായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കുമാണ് ഇതിനകത്ത് എന്റെ പണ്ട് ഞാൻ വോട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്, അതിന്റെ ഫോട്ടോയും പ്രിന്റും എല്ലാം അവരെനിക്ക് അയച്ചു തന്നു. പക്ഷെ ഇപ്പൊ അതിനകത്ത് ലിസ്റ്റിലില്ല. അത്രയ്ക്കും വലിയ പ്രശ്നമായത് ഓൾറെഡി വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ. എനിക്ക് അവിടെ വോട്ടുണ്ടല്ലോ, ആ ഒരു തോട്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി എടുക്കുന്ന കാര്യങ്ങളോ അതിനെ പറ്റിയോ നമ്മൾ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അയ്യോ പ്രശ്നമാവോ? പറ്റില്ല ചേട്ടാ, സിനിമയിൽ ഭയങ്കര ബിസി ആയിരുന്നു ചേട്ടാ, അതാണ് സംഭവിച്ചത്. ഇതിപ്പോ ഒരു ഇന്ത്യൻ പൗരൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ കാര്യം ഈ കേരളത്തിൽ എത്ര പേർക്ക് അറിയാവുന്നത് നിങ്ങളൊന്ന് ചോദിച്ചു. അത് പോയിന്റ്, അത് മാഡം പറഞ്ഞത് പോയിന്റ്. കേരളത്തിൽ എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചു നോക്കാൻ. പക്ഷെ അവരാരും ഈ പറഞ്ഞ പോലെ മുണ്ടും എടുത്ത് കെട്ടി ഇലക്ഷന് നിൽക്കാൻ വന്നില്ല. നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിക്ക് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കാര്യം പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ സ്വന്തമായി എനിക്കൊരു വോട്ടുണ്ടാന്ന് പോലും തിരക്കാനുള്ള സമയം കിട്ടിയില്ല മാഡത്തിന്.